സതീശൻ ശ്രമിച്ചില്ല എന്നത് ഇപ്പോൾ ഒരു അയോഗ്യതയായി വന്നോ എന്ന സംശയം പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട്. അല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പായസത്തിൽ ഉപ്പിട്ടോ? ഇതിലും ഭേദം അതാ. നീ തുള്ളാതെ കാര്യം പറയാൻ. അയ്യപ്പദാസേ, 4000 പേരുള്ള ആൾക്കാരുടെ പ്രകടനം നടത്തിയ ആളാണ് ഞാൻ. 4000 പേരെ വെച്ചിട്ട് എന്നോടാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. നിങ്ങളിപ്പോ എന്തിനാ കെട്ടിയെടുത്തേ? പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല, കെട്ടിയെടുത്തെന്തിനാന്ന്? രമേശ് ചെന്നിത്തലയാണ് ഈ സീനിയോറിറ്റി കൊണ്ടും അല്ലെങ്കിൽ ഭരണപരിചയം കൊണ്ടും മുഖ്യമന്ത്രി ആകേണ്ടതെന്നുള്ളത് താങ്കളുടെ നയം വ്യക്തമാണ്. പക്ഷെ ഒരു സംശയം, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് ഖേദമുണ്ട്. ചേട്ടനിപ്പോ എന്താ വേണ്ടത്? ഇപ്പോഴുള്ള ഈ റേസിൽ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല 3-ാം സ്ഥാനത്തല്ലേ ഉള്ളൂ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചെർപ്പളശ്ശേരിക്കാരൻ എനിക്ക് എവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല. എനിക്ക് മത്താച്ചേട്ടാ എന്താ നീ കരുതിയേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കെ സുധാകരൻ മത്സരിക്കാൻ പറ്റില്ല, എന്തുകൊണ്ട് അടൂർ പ്രകാശിന് മത്സരിക്കാൻ പറ്റില്ലായിരുന്നു? MP-മാർ വേണ്ട എന്നൊരു തീരുമാനം ഇവിടെ എടുത്തപ്പോഴാണല്ലോ. പക്ഷേ മതിയടോ വിളമ്പിയത്. എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന് താഴെ എടുത്തു വെച്ചേ. കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും ഒരു ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്നതിൽ VD സതീശൻ വിജയിച്ചില്ല എന്ന് ആർക്കെങ്കിലും പറയാനാവുമോ? എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെർപ്പളശ്ശേരി. ഏറ്റവും നിർണായകമായ പരീക്ഷ പാസ്സായി നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ നേതാക്കൾക്ക് VD സതീശനൊപ്പം അണിചേരാൻ പറ്റാത്തതെന്നാണ് എന്റെ ചോദ്യം. എന്തൊരനുസരണ. ഇന്നു മുതൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഇവര് രമേശ് ചെന്നിത്തലയോട് അടുപ്പമുള്ളവരാണ്. കാരണം ചെന്നിത്തല വളരെ സീനിയർ നേതാവാണ്. ഇവരെക്കാൾ ഒരുപക്ഷെ സീനിയോറിറ്റിയുള്ള നേതാവാണ്. ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല. സാമ്പാറിൽ വിഷം കളിക്ക് ഞാൻ തന്നെ കൊല്ലും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു.